ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ ഇന്ന് പകൽ തിരിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം നമ്മൾ ധ്യാനിച്ച് തുടങ്ങിയിരുന്നു. ചർച്ച് ഡിസിപ്ലിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഈ കാലഘട്ടത്തിൽ കർത്താവിന് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുവാനുള്ള ഒരു വിഷയമാണ് സഭയിലെ ശിക്ഷണ നടപടി. 13 വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. മുഴുവനും സഭാ ശിക്ഷണത്തോടുള്ള ബന്ധത്തിൽ ആണ് എന്നുള്ളത് നമ്മൾ ഇതിനോടകം ചിന്തിച്ച് കഴിഞ്ഞിരുന്നു. പ്രാരംഭമായി ഈ സബ്ജക്റ്റ് എടുക്കുമ്പോൾ കൊരിന്ത് സഭയെക്കുറിച്ചും പട്ടണത്തെക്കുറിച്ചും അല്പമായി അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമ്മൾ ചിന്തിച്ചതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ആത്മനിറവുള്ള സഭയാണെങ്കിൽ ദൈവസഭയിൽ ഡിസിപ്ലിനിങ് ഉണ്ടായിരിക്കും. സഭ കുത്തഴിഞ്ഞ ഒരു പുസ്തകം പോലെയല്ല. സഭ കർത്താവിൻ്റെ വകയാണ്. കർത്താവിൻ്റെ സഭയിൽ പെരുമാറ്റച്ചട്ടവും സഭ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ദൈവത്തിൻ്റെ പുസ്തകമാകുന്ന തിരുവെഴുത്തിൽ, ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചർച്ചിൽ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് അത് അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനങ്ങൾ പഠിക്കുന്നത്. ഈ സഭയുടെ അംഗങ്ങളായി കടന്നു വന്ന എല്ലാവരും ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്: ഈ സഭയിൽ ശിക്ഷണമുണ്ട്. കുടുംബങ്ങളോ വ്യക്തികളോ ദൈവവചനത്തിൻ്റെ പരിധികൾ വിട്ട് അവർ പെരുമാറിയാൽ അതിനാവശ്യമുള്ള ക്രമീകരണങ്ങളെ ദൈവസഭ വരുത്തും. എന്നാൽ നമ്മൾ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശിക്ഷണം ദൈവസ്നേഹത്തിലാണ് ദൈവസഭ കൊടുക്കേണ്ടത്. തിരുവെഴുത്തുകളെ ഏതെങ്കിലും സമയം വിട്ട് ക്രമക്കേടുകൾ വരുത്തുന്നവരെ പരിഹസിക്കാനോ ആരുടെയെങ്കിലും വാശി തീർക്കാനോ ഉള്ള ക്രമീകരണമല്ല. അശുദ്ധമായ നടപടികൾ ദൈവസഭയിൽ വെളിപ്പെട്ടു വരുമ്പോൾ വിശുദ്ധനായ ദൈവത്തിൻ്റെ സഭയിൽ പരിശുദ്ധയാത്മാവ് കൃത്യമായി വ്യാപരിക്കേണ്ടതിന് സഭ ശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് ദൈവസ്നേഹത്തിലാണ് തിരുത്തൽ ആവശ്യം ഉള്ളവർക്ക് അത് കൊടുക്കുന്നത്. ആ കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ദൈവസഭയുടെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, സഭ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമല്ലെങ്കിൽ ലോകത്തിന് സഭയ്ക്ക് വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുകയില്ല. ലോകത്തിൽ നിന്ന് ദൈവം നമ്മളെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് നാട്ടിൽ നടക്കുന്ന അശുദ്ധിയെ പ്രൊമോട്ട് ചെയ്യാനല്ല, നാടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. രക്ഷ നമ്മളിലൂടെ പ്രഘോഷിക്കപ്പെടണമെങ്കിൽ നാം ദൈവം വച്ചിരിക്കുന്ന വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളിലേക്ക്
മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. സഭ ലോകത്തെ പോലെ ആയിത്തീർന്നാൽ സഭയുടെ ശുശ്രൂഷകൾ, സഭയുടെ മെസ്സേജ്, സഭയുടെ ആരാധന, സഭയിൽ വരുന്നവരുടെ ജീവിത ശൈലി, ഇത് പിന്നെ ലൗകികർക്ക് ആകർഷണീയമല്ലാതെ വരും. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് പകരം ലോകത്തിൽ ജാതികളുടെ ഇടയിൽ അപമാനിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. അത് യേശുക്രിസ്തുവിൻ്റെ സഭയിൽ ഒരിക്കലും പാടുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു അധ്യായം ധ്യാനിക്കുമ്പോൾ ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും ആ വേദഭാഗങ്ങൾ ആവർത്തിച്ച് വായിക്കുകയും കൃത്യമായി അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ദൈവാലോചന ഗ്രഹിക്കുകയും ചെയ്യണം. അത് നമ്മളിൽ ദൈവഭയം ഉളവാക്കണം. അല്ലാതെ എന്ത് കാര്യവും ചെയ്ത് എതുവഴി പോയാലും ഈ സഭയുടെ മെമ്പർഷിപ്പ് തരത്തില്ല എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ദൈവസഭയിലെ ശിക്ഷണ നടപടികൾ നാം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഈ പുൾപ്പിറ്റിൽ നിന്നുള്ള പ്രസംഗങ്ങളൊക്കെ കേവലം കുറേ തത്വങ്ങൾ മാത്രമാണ്. പിന്നത് സഭയല്ല, പിന്നെ ക്ലബ്ബാണ്. സാമൂഹ്യമായിട്ടുള്ള ഒരു കൂടിവരവ് എന്നതിൽ കവിഞ്ഞ് ഒന്നും പിന്നീട് ശേഷിക്കുകയില്ല. അത് വളരെ നാം ഗൗരവത്തോടെ മനസ്സിലാക്കണം. 1-ാം വാക്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. എങ്കിലും 1-ാം വാക്യത്തിൽ തന്നെ തുടരും. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് എന്ന ആ വാക്ക് വിശാല അർത്ഥത്തിൽ, അതാണ് ചില തർജ്ജിമകളിൽ സെക്ഷുവൽ ഇമ്മോറാലിറ്റി എന്നെഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട എല്ലാ ലൈംഗിക പാപങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഒരു വാക്കാണ്. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. എഴുത്തുകാരനായ പൗലോസ്, കൊരിന്ത് സഭ സ്ഥാപിച്ച പൗലോസ് എഫെസോസിലിരിക്കുമ്പോൾ അദ്ദേഹം കേൾക്കുകയാണ്. എങ്ങനെ കേട്ടു? 1-ാം അധ്യായം 11-ാം വാക്യം പറയുന്ന ക്ലോവയുടെ ആളുകൾ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അവരിൽ നിന്നാകാം. 16-ാം അധ്യായത്തിൻ്റെ 17-ൽ സ്തേഫാനോസും ഫോർത്തുനാത്തോസും അഖായക്കോസും അവരിൽ നിന്നാകാം, അല്ലെങ്കിൽ ഇരു കൂട്ടരിൽ നിന്നുമാകാം. ഏതായാലും പൗലോസ് അത് കേട്ടു. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പ് ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ, അത് അമ്മയല്ല രണ്ടാനമ്മ, സ്റ്റെപ്പ് മദർ എന്ന നിലയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെച്ചുകൊള്ളുന്നുപോൽ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടേതോ ഒരു ദിവസം നടന്ന എന്തോ ഒരു പാപമല്ല. അവിടെ നിരന്തരമായി നിലനിൽക്കുന്ന ഒരു ലൈംഗിക പാപം ഉണ്ടായി. അതാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ജാതികളിൽ പോലും എന്ന് പൗലോസ് ഇവിടെ എടുത്തു പറയാൻ കാരണം, വെളിപ്പെട്ടിരിക്കുന്ന ആ പാപം ഗുരുതരമാണ് എന്നതിന് അടിവരയിടുവാനായി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. ഇപ്പോൾ പൗലോസ് സ്ഥാപിച്ച സഭയാണ് കൊരിന്ത് സഭ. 2-ാം മിഷണറി യാത്രയിൽ പൗലോസ് സ്ഥാപിക്കുക മാത്രമല്ല,
18-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം വാക്യം പറയുന്നത്, അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ച് താമസിച്ചു. വളരെ കൃത്യമായി ദൈവത്തിൻ്റെ വചനം പൗലോസ് തന്നെ അവരെ പഠിപ്പിച്ചു എന്ന് പറയാൻ കാരണം, ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട സഭയിലാണ് ഇപ്പോൾ ജാതികൾ നാണം കെടുന്ന, ജാതികളിൽ വിലക്കപ്പെട്ട ഒരു പാപം വെളിപ്പെട്ടിരിക്കുന്നത്. അത് ഈ സഭാസ്ഥാപകനെ വളരെ ദുഃഖിപ്പിക്കുന്നു. അദ്ദേഹം അതിനെ കോൺഫ്രണ്ട് ചെയ്യാണ്. ഇതിൻ്റെ 9-ാം വാക്യം പരിശോധിച്ചാൽ, ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ 1 ആണ്ടും 6 മാസവും ദൈവവചനം പഠിപ്പിച്ചതല്ലാതെ പിന്നെയും ലേഖനത്തിലൂടെ, അത് ഒരു നോൺ ബിബ്ലിക്കൽ എപ്പിസലാണ്, ആ ലേഖനത്തിലൂടെയും ഈ കാര്യം പറഞ്ഞ് അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ഈ വല്ലാത്ത പാപം അവരുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. ഇത് കൊരിന്തുകാർക്ക് ഈ കാര്യം ഒരു പുതിയ കാര്യമൊന്നുമല്ല. അവരോട് അപ്പോസ്തലനായ പൗലോസ് ഇത് സംബന്ധിച്ച് ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവരുടെ ഇടയിൽ ഈ പാപം വെളിപ്പെട്ടിട്ട് ദൈവസഭയിൽ ക്രമീകരണങ്ങൾ വരുത്താതെ അതിനെ വെച്ചു പുലർത്തിക്കൊണ്ടുപോയി എന്നതാണ് പൗലോസിനെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്നത്. ഇവിടെ ഈ കൊരിന്ത് സഭയിൽ അവരുടെ ഒരു അംഗം 2-ാമേമായിട്ടുള്ള ലൈംഗിക പാപത്തിൽ ഏർപ്പെട്ടു എന്നുള്ള വസ്തുത നാട്ടിൽ മുഴുവനും പാട്ടായി. ഈ മനുഷ്യൻ്റെ പേരൊന്നും പൗലോസ് എടുത്തു പറയുന്നില്ല. പൗലോസിന് അങ്ങനെ പേടിയുണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. മറ്റു പല ലേഖനങ്ങളിൽ പലരുടെയും പേരൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ ഒരുത്തൻ എന്നാണ്, ഇംഗ്ലീഷിൽ സർട്ടൻ വൺ, പേരെടുത്തു പറയുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഈ 2-ാമ ന്യായമായി ചിന്തിച്ചാൽ ഒരു വിശ്വാസിയാകാൻ സാധ്യതയില്ല. കാരണം അവർക്കുള്ള ശിക്ഷണ നടപടിയെക്കുറിച്ച് പൗലോസ് പരാമർശിക്കുന്നില്ല. ഇതേ അധ്യായത്തിൻ്റെ 12-ാം വാക്യം, പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്, പുറത്തുള്ളവരെ ദൈവം വിധിക്കും. അതുകൊണ്ട് ന്യായമായി ചിന്തിപ്പാൻ കഴിയുന്നത് ഇവരൊരു അവിശ്വാസിയാണ്, പുറത്തുള്ളയാളാണ്. പുറത്തുള്ളയാളിനെ ആര് വിധിക്കും? ദൈവം വിധിക്കും, സമൂഹവും വിധിക്കും. അഴിഞ്ഞാടി നടന്നാൽ സമൂഹം വിധിക്കും, ദൈവം വിധിക്കും. എന്നാൽ അകത്തുള്ളവരെ സഭ വിധിക്കണം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലെ വാക്യമാണ് പലരും മറയായിട്ടെടുത്തിരിക്കുന്നത്. ബ്രദറെ, ആരെയും വിധിക്കല്ലോ ബ്രദറെ, അതേ അറിയത്തുള്ളോ. അകത്തുള്ളവരെ വിധിക്കണമെന്ന വേദപുസ്തകം പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ പുറത്തുള്ളയാളായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഇങ്ങനെ ഒരു പാപം വന്നത് നിമിത്തം ദൈവസഭയുടെ നല്ല സാക്ഷ്യത്തിന് ഭംഗം വന്നു. അത് ഗൗരവമുള്ള കുറ്റമാണ്. അതൊന്നും തൂത്താമഞ്ഞു പോകുന്നതല്ല. അതാണ് നമ്മളിവിടെ കാണുന്നത്. എന്നിട്ട് ഈ സഭ ഈ പാപം, അതിനൊരു പരിഹാരം അവിടെ കൊണ്ടുവരാതെ അവരത് വെച്ചു പുലർത്തി. അതാണ് ഇപ്പോൾ പൗലോസിനെ ഷോക്ക് ചെയ്യുന്നത്. പാപം വന്നത് ഷോക്കിംഗ് ആണ്. അതിനേക്കാൾ വലിയ വിഷയമാണ് ഇതിനെക്കുറിച്ച് ഒരു നടപടിയും എടുക്കുന്നില്ല. ആള് പിന്നെയും പാപത്തിൽ തന്നെ തുടരുകയാണ്.
പൗലോസ് അത് നേരിടുകയാണ്. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും. ദൈവസഭയിൽ പാപം വെളിപ്പെട്ടാൽ അതാരോടും പറയണ്ട എന്ന മനോഭാവം ഗുരുതരമായ പാപമാണ്. ഈ പാപം ചെയ്തവരെ പോലെ തന്നെ പാപത്തിന് കണക്ക് കൊടുക്കേണ്ടവരാണ്. മറച്ചു വെച്ചത് ക്ലോവയുടെ ആളുകൾ പറഞ്ഞു, മറ്റു ചിലരത് പറഞ്ഞു. അതെന്താണ്? സഹിക്കാൻ കഴിയുന്നില്ല, ദൈവത്തിൻ്റെ സഭയിൽ പാപമുണ്ട് പൗലോസേ, ഇതിൻ്റെ ഒരു ക്രമീകരണം വരുത്തണം. പക്ഷേ സഭയ്ക്കകത്തുള്ളവൻ പലരും അത് മറ്റുള്ള പലരും മറച്ചു വെച്ചു. അത് ഗുരുതരമായ പാപമാണ്. ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയിൽ ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമായി ഒരു വ്യക്തിയോ കുടുംബമോ നീങ്ങുന്നത് ബോധ്യപ്പെട്ടാൽ അത് നേതൃത്വ നിരയെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഓരോ അംഗങ്ങൾക്കുമുണ്ട്. വേറെ ചിലരുടെ ചിന്ത ഇതെല്ലാം നമ്മൾ രാത്രി പ്രാർത്ഥിച്ച് സ്വപ്നത്തിലും വെളിപ്പാടിലും പിടിച്ചെടുക്കണം, വിവേചിക്കണമെല്ലാം. അപ്പോൾ പൗലോസിന് വിവേചനമില്ലായിരുന്നു. സഭയാണ്, സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. സഭയിൽ മനുഷ്യരാണ്. മനുഷ്യർക്ക് ജീവിത തകരാറുകൾ, തട്ടുകേടുകൾ ഒക്കെ വരുമ്പോൾ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നതാണ് ഒരു ട്രൂ ചർച്ചിൻ്റെ ക്വാളിറ്റി. അതിനകത്ത് എല്ലാ അംഗങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്, കേവലം പാസ്റ്റർക്ക് മാത്രമല്ല. ഇത് ഇവിടെയുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം. ഈ വാക്യം നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ് രണ്ടാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. എന്നിട്ടും നിങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ബഹുവചനത്തിലാണ്. ആ വ്യക്തിയെ വിരൽ ചൂണ്ടേണ്ടതിന് പകരം ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ സഭയെ മൊത്തമായി കളക്റ്റീവായിട്ടാണ് ഇവിടെ പൗലോസ് സംബോധന ചെയ്യുന്നത്. ഇത് ദൈവസഭ മറന്നു പോകരുത്. അവനുണ്ടവിടെ, അവന് താക്കീതുണ്ട്. സഭയെ കളക്റ്റീവായിട്ടാണ് നിങ്ങൾ, സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ. അപ്പോൾ ഇത് ഒരു കോൺഗ്രിഗേഷണൽ പ്രോബ്ലമാണ്. ഇത് സഭയുടെ ഒരു പ്രശ്നമാണ്. അല്ലാതെ എന്തെങ്കിലും ക്രമക്കേട് വരുത്തിയ ശേഷം ഞാനും ദൈവമായിട്ട് തീർത്തോളാം, സഹോദര, പണി ഇവിടെ പറ്റത്തില്ല. ആരാ നിങ്ങൾ ചോദിക്കാൻ? ഇവിടെ ചോദിക്കാൻ ആളുണ്ട്. ഈ സഭയിൽ തുടർന്ന് പോകണമെങ്കിൽ ക്രമീകരണം, മാനസാന്തരം ഉണ്ടാകണം. ഇതെല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോകുന്ന ആളുകളൊക്കെ ഇത് മനസ്സിലാക്കിക്കോണം. സഭ മുഴുവനും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അല്ലാതെ ഒരുത്തനും രണ്ടാനമ്മയും 2 പേര് മാത്രമേ ഉള്ളൂ, 2 പേര് കുറ്റവാളികളാണ്. പക്ഷെ സംബോധന ചെയ്യുന്ന സഭയാണ്. സഭയുടെ പൊതുവിലുള്ള പ്രശ്നമാണിത്. കാരണം സഭയ്ക്കാണ് നാണംകേട് വന്നിരിക്കുന്നത്. സഭ കർത്താവിൻ്റെ നാമത്തിലാണ് അറിയപ്പെടുന്നത്. സഭയാകുന്ന ആത്മീക ശരീരത്തിൻ്റെ ഭാഗമാണവർ. ഇത് ഈ പ്രത്യേകിച്ച് വിശ്വാസിയായ സഹോദരനെന്ന് പേര് പറയുന്നവൻ
ഒരു അവയവമായിരുന്നു. അസാൻമാർഗികമായ ഈ പ്രശ്നം, ഈ ലൈംഗിക പാപം ദൈവസഭയിൽ വന്നാൽ രഹസ്യത്തിൽ ട്രീറ്റ് ചെയ്യാനൊക്കത്തില്ല, ഒതുക്കി തീർക്കാനൊക്കത്തില്ല. എൻറ്റയർ കമ്മ്യൂണിറ്റി ഉത്തരവാദിത്തത്തിൽ ആണ്, അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ പൗലോസ് ഈ മനുഷ്യനെ വ്യക്തിപരമായി വിരൽ ചൂണ്ടാതെ ആ സമൂഹത്തെ മുഴുവനുമായി, സഭയെ മുഴുവനുമായി വിരൽ ചൂണ്ടുന്നത്. ഒരു കാര്യം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഓർത്തോണം, പാപം ഒരാൾ ചെയ്താൽ ഒരു സമൂഹത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ഞാനും ദൈവമായിട്ട് തീർത്തോളാം പറഞ്ഞൊന്നും തടി തപ്പരുത്. കുടുംബങ്ങളെ ബാധിക്കും, സഭയെ ബാധിക്കും. പൗലോസ് ഇവിടെ ഈ സമൂഹത്തെ മുഴുവനും ഈ മനുഷ്യന്റെ പാപം നിമിത്തം ശക്തമായി ശകാരിക്കുകയാണ്. ആണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 2-ാം വാക്യത്തിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. സിന്നിനെ, പാപത്തെ റിമൂവ് ചെയ്യേണ്ടതിന് പകരം പാപത്തിൽ അവർ റിമെയിൻ ചെയ്തു. അതാണ് അവരുടെ കുറ്റം. പാപമൊരുത്തനാണ് ചെയ്തത്. ലാഘവ ചിന്തയോടെ, ലാഘവ മനോഭാവത്തോടെടുത്തു. അതിനെന്താ പൗലൂസ് പറഞ്ഞു പറ്റത്തില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ യൗവനക്കാരും ഇത് ഓർത്തോണം, കല്യാണം കഴിക്കുന്നവരോർത്തോണം, കഴിച്ചവരോർത്തോണം, സകല പുള്ളികളും ഇത് മനസ്സിലാക്കിയോണം. ഈ മനുഷ്യനെ അല്ല, ഈ കോൺഗ്രിഗേഷനെ മുഴുവനുമായി പൗലൂസ് ശകാരിക്കുകയാണ്. എങ്ങനെ? ഒരു നല്ല ആത്മീക പിതാവെന്ന നിലയിൽ. ഇതാണ് നേതാവ്, ഇതാണ് അപ്പൻ. അല്ലാതെ 3 വർഷം 2 വർഷം ഇരുന്ന് ചില്ലറ മേടിച്ചുകൊണ്ട് പോവുകയല്ല. കാര്യം വന്നാൽ, വിഷയം വെളിപ്പെട്ടാൽ കാര്യകാരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കും. പൗലോസ് ഇവരുടെ ഇടയിലൊക്കെ നടന്നപ്പോഴേ സ്വോത്രകാഴ്ചയും പോക്കറ്റ് മണിയും മേടിച്ച് ഉമ്മ അടക്കുകയല്ല. ഒരു ദർശനം ആ ദൈവത്തിൻ്റെ ദാസനുണ്ടായിരുന്നു. അവിടെ നിന്ന് പോയ ശേഷവും തൻ്റെ ഉത്തരവാദിത്വം മറക്കാതെ അപ്പോസ്തോലിക അധികാരത്തിൽ നിന്ന് വാണിംഗ് കൊടുക്കുന്നു, തിരുത്തൽ പറയുന്നു. ദാറ്റ്സ് ദി അപ്പോസ്തോലിക് അതോറിറ്റി. സ്തോത്രം. നിങ്ങൾ ചിലരൊക്കെയെങ്കിലും ചില ചർച്ചകളിൽ നിന്നൊക്കെ വന്നവരുണ്ട്. ഈ വേദഭാഗം എക്സ്പോസിഷൻ നടത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചർച്ച് ഡിസിപ്ലിനെ കുറിച്ച് ഒരു സെഷനോ ഒന്നിലധികമോ സെഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. മിക്ക ചർച്ചുകളും മിണ്ടത്തില്ല. അതെന്താണ്? പാപം ചെയ്താൽ അവർക്ക് പോയി, നമുക്ക് നമ്മുടെ ചില്ലറ മേടിച്ചുകൊണ്ട് നമുക്ക് പോകും. പൗലോസ് അങ്ങനെ ഒരു നേതാവല്ല. ഒരു യഥാർത്ഥ നേതാവിനെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ കൊരിന്ത് സഭയെ താൻ വിരൽ ചൂണ്ടുമ്പോൾ അവരുടെ ഏറ്റവും വലിയ തെറ്റ്, ഈ ആളിനെ അവർ തിരുത്തിയില്ല. They did not correct this person who was sinning continually. ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത് മറക്കരുത്. Community is responsible for the moral behavior of its members. ദൈവസഭയിലെ അംഗങ്ങളുടെ സ്വഭാവത്തിന് ഈ സഭയാകുന്ന സമൂഹം ഉത്തരവാദികളാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്താവ് ബഹളമാ, ഇവിടെ നടക്കത്തില്ല, വേറെ എവിടെങ്കിലും പൊക്കോണം. കൃത്യമായി ദൈവവചനം അനുസരിച്ച് ജീവിച്ചോണം. ഇവിടെ
എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ദർശനം എങ്ങനെയെങ്കിലും എല്ലാവരും കൂടെ പിടിച്ച് നമുക്ക് സഭ വലുതാക്കി ഹോള് പിന്നെ വലുതാക്കി പണിയാം, അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്ക് തന്നിരിക്കുന്ന ഗൈഡൻസ് കൃത്യമായി ദൈവവചനം പറഞ്ഞു കൊടുക്കുക. വചനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് അത് പ്രാക്ടീസ് ചെയ്യുക. സ്തോത്രം. എൻ്റെയും നിങ്ങളുടെയും സ്വഭാവത്തിന് സഭ കൈകഴുകാനൊക്കത്തില്ല, ഉത്തരവാദികളാണ്. ഇത്രയും ദൈവവചനം എന്താ പറയാൻ കാരണം? സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയാണ്. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകാനാണ് ഈ ദൈവവചന ശുശ്രൂഷ ഇത്രയധികം ന്യൂ ലൈഫ് ഏജിൽ ഉണ്ടാകുന്നത്, ശുശ്രൂഷിക്കുന്നത്. ആത്മാവിൻ്റെ സഹായത്തോടെ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രായോഗികമാക്കാനാണ് രക്ഷയുടെ അനുഭവത്തിൽ വന്നിരിക്കുന്നത്. ദൈവസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ മനുഷ്യൻ്റെ പാപം പൗലോസിനെ ഷോക്ക് ചെയ്തു. പക്ഷേ അതിനേക്കാൾ പൗലോസിനെ ഷോക്ക് ചെയ്യുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നത് കൊരിന്ത് സഭക്കാർ ഒരു ശിക്ഷണ നടപടിയെടുത്തില്ലല്ലോ. ഈ മനുഷ്യനെ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. That is wrong, unacceptable. അത് പൊറുക്കാനൊക്കത്തില്ല. ഇവൻ്റെ ഈ വല്ലാത്ത സ്വഭാവത്തെ, ഈ പാപത്തെ കൊരിന്തുകാർ ടോളറേറ്റ് ചെയ്തു. ഇവൻ ആ പാപത്തിൽ തുടരുകയാണ്. പൗലോസ് എഫെസോസുകാർക്ക് എഴുതുമ്പോൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ 1 മുതൽ 11 വരെ നിങ്ങൾ കുറിച്ചിട്ടു. അതിനകത്തെ ഒരു വേദഭാഗം മാത്രം ഞാൻ വായിക്കാം. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്കുചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവയൊന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത് ഞാൻ ഇപ്പോൾ വിശദീകരിക്കാൻ എടുക്കുന്നില്ല. ഞാനത് കുറിച്ചപ്പോൾ ഓർത്തു അതിൻ്റെ ഇനി ഒരു സ്റ്റഡി എടുക്കണമെന്ന്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരും ഇങ്ങോട്ട് മുഖത്തോട്ട് നോക്കുക. കൂടുതൽ പരിപാടിയൊന്നും ഇവിടെ വേണ്ട. ദൈവവചനം കേട്ട് ദൈവവചനം ഏറ്റെടുത്ത് ജീവിതത്തെ ക്രമീകരിച്ചോണം. ദൈവസഭ കൃത്യമായി ദൈവവചനത്തിൽ നിന്നോണം. ആ 2-ാം വാക്യം സഹോദരി ബീന വായിച്ചാട്ടെ. എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. നിങ്ങൾ ചീർത്തിരിക്കുന്നു. പൗലോസിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ പാപത്തെ വെച്ച് താൻ പഠിപ്പിച്ച സഭ മുന്നോട്ട് പോകുകയാണോ? നിങ്ങൾ ചീർത്തിരിക്കുന്നു. സഭയുടെ മനോഭാവം ഇതാണോ? എന്താണ് ചീർത്തിരിക്കുക? They were proud, they were puffed up. അവരെ കഴിഞ്ഞ ആളുകളില്ലെന്ന അവരുടെ ധാരണ. ന്യൂ ലൈഫിന് ഇത് പറ്റിയോ? എന്താ കൊരിന്തുകാരെ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? ഓ, ഞങ്ങളുടെ സഭാസ്ഥാപകനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? പൗലോസിനാൽ സ്ഥാപിതമായതും അപ്പോലോസിനാൽ ഉപദേശിക്കപ്പെട്ടതുമായ ഞങ്ങളുടെ സഭ, ഞങ്ങൾക്ക് കേഫാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അത് പോരാഞ്ഞ് നാട്ടിലെ കുറെ തത്വചിന്തകളും ഇതെല്ലാം അഭ്യസിച്ച ആളുകൾ ഞങ്ങളെ കഴിഞ്ഞ് വിശുദ്ധന്മാരില്ലെന്ന ഇവരുടെ ചിന്ത. They were puffed up, proud. നിഗള മനോഭാവത്തിൽ അകത്ത് ക്യാൻസർ ആകുമ്പോഴാണ് ഈ കളി കളിക്കുന്നത്. ചീർത്തിരിക്കുന്നു. ക്രിസ്തീയ താഴ്മയില്ലാതെ അവര് മറ്റുള്ളവരെക്കാട്ടിൽ ശ്രേഷ്ഠരാണെന്നുള്ള ആ ചിന്തയാണ് അവരെ ഭരിക്കുന്നത്. ഈ ചീർത്ത മനോഭാവം നിമിത്തം ദൈവത്തിൻ്റെ ക്ലിയറായിട്ടുള്ള ദൈവവചന മാനദണ്ഡങ്ങൾ അവർക്ക് മറവായിരുന്നു. കണ്ണിൽ കാണാതെ തിമിരം പിടിച്ചു. നോക്കിക്കേ പൗലോസ്, ആർക്കും പൗലോസിൻ്റെ ആ ഭാഷ കണ്ടോ?
നിങ്ങൾ ചീർത്തിരിക്കുകയാണ്. അവിടെ ആരുടെയും സപ്പോർട്ടൊന്നും പോളിന് വേണ്ട. പോൾ ഹാസ് അപ്പോസ്തോലിക് അതോറിറ്റി ഫ്രം ഗോഡ്. അവരുടെ നിഗളമാണ്. അതുകൊണ്ടാണ് ഇത്ര അപമാനം വരുന്ന കാര്യങ്ങൾ സമൂഹത്തിൽ ഇരുന്നിട്ടും അതിനെ യാതൊരു നിലയിലും കൈകാര്യം ചെയ്യാതെ കൊണ്ട നടക്കുന്നത്. ചർച്ചുകളിൽ അത് പാടില്ല. ഒരു പക്ഷെങ്കിൽ അവരെ സംബന്ധിച്ചോളം നമുക്ക് നല്ല പേരാണ്. കൊരിന്ത് സഭ, ന്യൂ ലൈഫ്, ബ്രദറെ, നമുക്ക് നല്ല പേരാണ്. അവരുടെ പേരായിരിക്കാം അവർക്ക് വലുത്. ഒരു പക്ഷെങ്കിൽ ഈ പാപം ചെയ്തയാള്, നമുക്കറിയാമല്ലോ അവിടെ 3-4 ഗ്രൂപ്പുണ്ട്. എന്ത്? പൗലോസിൻ്റെ പക്ഷം, അപ്പോലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, പിന്നെ കർത്താവിൻ്റെ പക്ഷം. ഒരു പക്ഷേ പൗലോസിൻ്റെ പക്ഷക്കാരനോ അപ്പോലോസിൻ്റെ പക്ഷക്കാരനോ. ഓ, മെയിൻ ആളുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. പൗലോസ് പറയാ വൻ കുഴപ്പമാണിത്. ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് വന്നതുകൊണ്ടോ, ഒരു ദൈവദാസന് ഊണ് കൊടുത്തതുകൊണ്ടോ, പണം കൊടുത്തതുകൊണ്ടോ പാപമുണ്ടെങ്കിൽ മറയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഊണ് തരാതിരിക്കുകയും പൈസ തരാതിരിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധി. കാരണം വിഷയം വന്നാൽ ഞാൻ കാര്യം പറയും, മറയ്ക്കത്തില്ല. ഒരു പക്ഷെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ, ഞാനത് വായിക്കുന്നില്ല, 6-ാം അധ്യായം 12-ാം വാക്യവും 10-ാം അധ്യായം 23-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാം. We have the freedom. ഞങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ പാപം ചെയ്യാനുള്ള ലൈസൻസായി തെറ്റിദ്ധരിച്ചത് കൊണ്ടാകാം സഭ പറഞ്ഞത്. അതിനിപ്പോൾ എന്തുവാ? ഞങ്ങളുടെ ഇടയിൽ ഒരു അച്ചായനൊരു ചെറിയ ബലഹീനത, സോ വാട്ട്? പക്ഷെ പൗലോസ് വിരൽ ചൂണ്ടുകയാണ്. എന്നിട്ട് പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക്. ആ വാക്യം ശ്രദ്ധിക്കണം. ആ 2-ാം വാക്യം, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ആ, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. നീക്കം ചെയ്യണം. അത് ഞാൻ പറയാം. ഈ വിഷയം, അതിന് സൊല്യൂഷൻ ഉണ്ട്. പക്ഷെ ഈ വിഷയം സംബന്ധിച്ച് നിങ്ങൾ ദുഃഖിച്ചിട്ടില്ല. നിങ്ങൾക്ക് ദുഃഖം വരേണ്ടിയിരുന്നു. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം, ഏറ്റവും അടുത്ത ബന്ധത്തിലുള്ള ഒരാൾ മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം, ദുഃഖത്തിൻ്റെ പരസ്യ പ്രകടനം. അതെങ്ങനെയായിരിക്കും? അയ്യോ, എന്തെല്ലാം ദുഃഖമെന്ന വികാരം പ്രകടിപ്പിക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലെ ദൈവസഭയിൽ പാപമുള്ളപ്പോൾ ചെയ്യേണ്ടിയിരുന്നു. അതിനു പകരം ഗോസിപ്പ്. ഇപ്പൊ എവിടാ? ഇപ്പൊ എന്താ ഇനിയത്തെ കാര്യം? വരുന്നവരോടും പോകുന്നവരോടും സകല ആളുകളോടും ഇതാണ് ഡിസ്കഷൻ. അത് ക്രിസ്തീയ മനോഭാവമല്ല. സഭയിൽ ഒരാൾ പാപം ചെയ്തെന്ന് പറഞ്ഞാൽ മരിച്ചു പോകുന്നതിനോട് തുല്യമാണ്. അതുപോലെ ദൈവസഭ ദുഃഖിക്കണമായിരുന്നു. പക്ഷെ അതിനു പകരം നിങ്ങൾ ചീർത്തിരിക്കുകയാണ്. നിങ്ങൾക്കിതൊരു നെവർ മൈൻഡാണ്. ഇതൊരു തമാശാണ്. വരുന്നവരോടും പോകുന്നവരോടും ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ മലയാള മനോരമയായി പ്രവർത്തിക്കുന്ന പുള്ളികൾ, BBC ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന പുള്ളികൾ ഉണ്ട്. കാരണം അതിൻ്റെ ന്യൂആൻസസ് എന്താണ് അത്ര ശക്തമാണ്. ഇത് തമാശല്ല, ഇത് ഭയങ്കര ഗൗരവമാണേ. ഞാൻ പറയാനുള്ളത് ഒരു മായവും ചേർക്കാതെ കാര്യം പറഞ്ഞു തരിക.
നിങ്ങൾ ദുഃഖിച്ചില്ല. പാപം ആര് ചെയ്താലും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദുഃഖമാണ്. വിശേഷാൽ ദൈവസഭയിലുള്ള വിശുദ്ധൻ പാപത്തിൽ വീഴുമ്പോൾ God's heart breaks. ഇതാണ് സഭയിൽ വരേണ്ടത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് കേട്ടിട്ടില്ലേ? എഫേസ്യ ലേഖനം 4:30 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർ ന്യൂ ലൈഫിൽ ദുഃഖിച്ചു? ഭക്ഷണം കഴിക്കാൻ വയ്യ, വെള്ളം കുടിക്കാൻ വയ്യ. അതെന്താണ്? മരിച്ചുപോയി, ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ മരിച്ചുപോയി. ആ ദുഃഖം ദൈവസഭയിൽ ഉണ്ടാകണം ഒരാൾ പാപം ചെയ്യുമ്പോൾ. God's heart breaks. The church's heart must break because of sin. നിങ്ങൾ ദുഃഖിച്ചില്ല. അതാണ് പോൾ പറയുന്നത്. ദൈവസഭയിൽ ദുഃഖമായിരുന്നു വരേണ്ടത്, പക്ഷെ അവർക്കതിന് പകരം അവർ ചീർത്തു, നിഗളമാണ് വന്നത്. ദുഃഖത്തോടെ അലമുറയിട്ട് കരേണ്ടതിന് പകരം അവർക്കിതെല്ലാം ഒരു ലാഘവ ചിന്തയോടെയാണ് അവരെടുക്കുന്നത്. ഇതാണ് പൗലോസിൻ്റെ വിഷയം. അവരുടെ ഉത്തരവാദിത്വം അവരേറ്റെടുത്തില്ല. അവർ ഈ പാപത്തെ വെളിപ്പെടുത്തേണ്ടിയിരുന്നു. They should have exposed this sin. അല്ലേ? ഇതൊക്കെ നമുക്കറിയായിരുന്നോ? അറിയായിരുന്നോ നിനക്ക്? നീയാണ് ഏറ്റവും വലിയ കുറ്റവാളി. You did not expose sin. നീ അതിന് കൂട്ടുനിന്നു. കണ്ടോ കാര്യങ്ങളുടെ കിടപ്പ്? കാര്യങ്ങളുടെ ഗൗരവം കണ്ടോ? ആ ഒറ്റയാളാണ് വിഷയം. ആ സ്ത്രീ അവിശ്വാസിയായിരിക്കാം, പക്ഷേ ആ ഒരൊറ്റ വിഷയത്തിൽ സമൂഹത്തിനെതിരെ പൗലോസ് തിരിഞ്ഞു. അവരുടെ മനോഭാവം തെറ്റി. അവരിവനെ പുറത്ത് കളയേണ്ടിയിരുന്നു. അതിനു പകരം ഇവനെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അൺഅക്സെപ്റ്റബിൾ. ഒരുപക്ഷെങ്കിൽ ഈ മനുഷ്യനെ ആയിരിക്കാം, എൻ്റെ ഭാവനയാണേ, സഭയുടെ സംതിങ്. ചിലപ്പോൾ ഈ മനുഷ്യനായിരിക്കാം ഏറ്റവും കൂടുതൽ സ്വത്രാഴ്ചയോ ദശാംശമോ തരുന്നത്. ചിലപ്പോൾ ഈ മനുഷ്യന് വല്ല പിടിപാടോ ഇൻഫ്ലുവൻസോ ഉള്ള ആളായിരിക്കാം. പുള്ളിക്കൊരു ബലഹീനത എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം? അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഞങ്ങളുടെ ചർച്ചിൽ വരുന്നുണ്ടെന്ന് പറയുന്നതൊരു എന്താ ഒരു ക്രെഡിറ്റാ ഞങ്ങൾക്കൊരു ക്രെഡിറ്റാണ്. പുള്ളിക്ക് പിന്നെ ഒരു ചെറിയ വീക്ക്നെസ്സൊക്കെ ഉണ്ട്. നമ്മൾ കൃപയാല ബ്രദറെ രക്ഷിക്കപ്പെട്ടത്. അതിനൊന്നും വലിയ വിഷയം, ഇതൊന്നും അങ്ങനെ വലിയ വിഷയമൊന്നും ആക്കണ്ട. പൗലോസ് പറയാണ് വിഷയമാക്കും. ഇതാ വിഷയം. വിശുദ്ധിക്ക് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ശുശ്രൂഷകരെ പരിഹസിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരുത്തൻ്റെ വോയിസ് ക്ലിപ്പ് കേട്ടു. വേറൊരാളിനെ ഉപദേശിക്കുക, ഈ വിശുദ്ധി പ്രസംഗിക്കുന്നവരുടെ ഒന്നും പുറകെ നീ പോകരുതെന്ന്. വചനത്തിൽ എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? ദൈവഹിതം നമ്മുടെ വിശുദ്ധിയാണെന്നാ. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ, അതാണ് ദൈവഹിതം. അത് നീ പറഞ്ഞ് അതിൻ്റെ പുറകെ പോകണ്ട. യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം എന്ന് ഒരു ദൈവത്തിൻ്റെ ദാസനാണെന്ന് പറയുന്നവൻ വേറെ ഒരു യൗവനക്കാരന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഇന്നത്തെ ക്രിസൻഡം. ഇതാണ് ഇന്നത്തെ സോ കോൾഡ്, എല്ലാവരും അല്ല കേട്ടോ, പല ദൈവദാസന്മാരും. അതെന്താണ്? വിശുദ്ധിയും വേർപാടും. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ സഭയിലെ ശിക്ഷണ നടപടികളെക്കുറിച്ച് പറഞ്ഞാൽ ആള് പൊഴിയും.
അതുകൊണ്ട് പിന്നെ എന്താണ് പറയേണ്ടത് കാറ് കിട്ടും, ഫ്രിഡ്ജ് കിട്ടും, വസ്തു കിട്ടും, വീട് കിട്ടും, ചില അഴുക്കൊക്കെ പെരണ്ട് ഒന്ന് ഉരുണ്ട് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ വന്നാലും കുഴപ്പമില്ല. അതെന്തിനാ? ആള് കൂടും, നമ്മുടെ സഭ വളരണം. അത് സഭാ വളർച്ചയല്ല, ആളുകൾ കൂടി സഭാ വളർച്ചയല്ല. ഇങ്ങനെ ദൈവസഭയിലെ പാപത്തെ എക്സ്പോസ് ചെയ്യണം എന്നൊക്കെയുള്ളത് ചിലർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രൈസ് ദ ലോർഡ്. അപ്പം നാളെ ടെലസ്കോപ്പുമായിട്ട് നടക്കുക. എവിടെയുടെ പാപം? എവിടെയെങ്കിലും ഉണ്ടോ? കാരണം പാസ്റ്റർക്ക് ഉടനെ തന്നെ മൊബൈൽ. ആ അർത്ഥത്തിലല്ലിത്. CID വർക്കൊന്നും ഇവിടെ ആരും നടത്തണ്ട. ദൈവം വെളിപ്പെടുത്തുമ്പോൾ പറഞ്ഞാൽ മതി. അല്ല ഓരോ കുടുംബത്തിലും പോയി അതല്ല, CID വർക്കല്ല. എല്ലാം പറയുമ്പോൾ കാര്യം ബാലൻസ് ചെയ്താണ് പറയേണ്ടത്. കാരണം അങ്ങനെയുള്ള പുള്ളികൾ ഇതിനകത്തുണ്ട്. ഞങ്ങളോട് സംസാരിച്ചു. നിന്നോടെന്ത് സംസാരിച്ചു? ഞാൻ CID ആകണം കർത്താവിന് വേണ്ടി. പിന്നെ അതിൻ്റെ പുറകെ പിന്നെ ഇവരെ ഒന്ന് തിരുത്താൻ നമ്മൾ പെടേണ്ട പാട്. അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ശിക്ഷണ നടപടികൾ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആളിനെ ക്രിസ്തുവിങ്കലേക്ക് മടക്കി കൊണ്ടുവരാനാണ്. ആ കാര്യം പറഞ്ഞു വരുമ്പോൾ സഭയുടെ ലാഘവ മനോഭാവം, അവർ ആ പാപിയായ മനുഷ്യനെ നീക്കം ചെയ്യേണ്ടതിന് പകരം ഉത്തരവാദിത്വമില്ലാതെ ഇരിക്കുന്ന അനുഭവത്തെ പൗലോസ് ശാസിക്കുകയാണ്. നിങ്ങൾ ചീർത്തു. അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞത്. ദൈവസഭയിൽ എവിടെയെങ്കിലും ഒരു വ്യക്തിയിൽ പാപം കണ്ടാൽ, വചനവിരുദ്ധമായ നടപടി കണ്ടാൽ, അത് നമ്മൾ എക്സ്പോസ് ചെയ്യണം. നിങ്ങൾക്ക് തന്നെ ചെന്ന്, അങ്ങനെയല്ലേ നമ്മൾ മത്തായി 18 പഠിച്ചത്, രഹസ്യത്തിൽ കോൺഫ്രണ്ട് ചെയ്യാം, പിന്നെ 2-3 സാക്ഷികളുമായിട്ട് ചെല്ലാം, പൊതുസഭയിൽ പറയാം. അങ്ങനൊക്കെ ഇതിന് ക്രമങ്ങളുണ്ട്. അല്ലാതെ അതിൻ്റെ അർത്ഥം അതെന്തിനാണ്? നിന്റെ സഹോദരനെ നേടാനാ, അല്ലാതെ നിന്റെ CID വർക്കിൻ്റെ മെഡൽ കിട്ടാനൊന്നുമല്ല. ഒരു ടെലസ്കോപ്പുമായിട്ട് നടക്കുക, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് നോക്ക്, ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ ഈ പാപത്തിൻ്റെ പരിഹാരമെന്താ? പൗലോസിന് ഒരു മടിയുമില്ല പറയാൻ. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കണം. ഇതാണ് പൗലോസിന് പ്രശ്നത്തിനുള്ള പരിഹാരം. എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് കുറച്ച് താഴോട്ട് പറയുമ്പോൾ പൗലോസ് പറയുന്നത്, പിശാചിനെ ഏൽപ്പിക്കുക, എക്സ്കമ്മ്യൂണിക്കേറ്റ്, ഫെലോഷിപ്പിൽ നിന്ന് പുറത്ത് ആക്കുക, സജീവമായ കൂട്ടായ്മയിൽ നിന്ന് ആളിനെ പുറത്താക്കുക, കൂട്ടായ്മയിൽ ലഭിക്കുന്ന പദവികളും അനുഗ്രഹങ്ങളും അതിൽ നിന്ന് ആളിനെ ഔട്ടാക്കുക. ദിസ് ഇസ് ഗോഡ്സ് വേർഡ്. എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം ചെയ്ത ഒരു അംഗത്തെ മറ്റ് അംഗങ്ങൾ ചേർന്ന് ഇവൻ മാനസാന്തരപ്പെട്ട് രക്ഷപ്പെടേണ്ടതിന് ദൈവസ്നേഹത്തിൽ കൂട്ടായ്മയുടെ സജീവ അംഗത്തിൽ നിന്ന്, മെമ്പർഷിപ്പിൽ നിന്ന് ആളിനെ ഒഴിവാക്കുക. ഇത് പൗലോസ് പലയിടത്തും പഠിപ്പിച്ച കാര്യവുമായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആണ്. ഞാൻ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. ഗലാത്യലേഖനം 6:1, സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. യഥാസ്ഥാനപ്പെടേണ്ടതിനാണ് ഈ പുറത്താക്കുന്നത്. 2 തെസ്സലോനിക്കർ 3:6, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. 1 തിമോത്തിയോസ് 1:20, ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. അവർ
ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താൻ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം ദൂഷണം പറയാതിരിക്കാൻ ഇവൻ പഠിക്കണം. ഇവൻ പഠിക്കണം എന്ത് ചെയ്യണം? കൂട്ടായ്മ ഇവനെ പുറത്തു പോകണം. പുറത്തു പോകുമ്പോൾ ഇവൻ മാനസാന്തരപ്പെട്ട് ഇവൻ്റെ വല്ലാത്ത പരിപാടികളൊക്കെ നിർത്തി മടങ്ങി വരും. 1 തിമോത്തിയോസ് 5:20 ഇത് പാസ്റ്റർമാരോടുള്ള ബന്ധത്തിലാണ്. ഉപദേശിമാർ, നേതൃത്വ നിരയിലുള്ളവരോടുള്ള ബന്ധത്തിലാണ്. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്ക. മൂപ്പന്മാരോടിങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരോട്? തീത്തോസിന്റെ ലേഖനം 3:10 സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിവാക്ക. ഇതെല്ലാവരും കേട്ടോണേ. പിന്നീട് എന്നോടൊന്നും പറയരുത്, അയ്യോ അതെന്താ അങ്ങനെ ചെയ്ത്, ഇതെന്താ ഇങ്ങനെ ചെയ്ത്. കേട്ടോണം ശരിക്കും. ഭിന്നത ഉണ്ടാക്കുന്നവനെ 1-2 വട്ടം ബുദ്ധി ഉപദേശിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവനെ ഒഴിവാക്കുക. അവൻ കൂടെ ഉള്ളത് സഭാ വളർച്ചയൊന്നുമല്ല. പൗലോസ് കൊരിന്തുകാരോട് എഴുതിയപ്പോൾ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു, പിന്നീടുള്ളവരോട് വേറെ അങ്ങനൊന്നുമല്ല. ഇത് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിലെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സഭയിലെ ശിക്ഷണ നടപടിയോടുള്ള ബന്ധത്തിൽ ചില ആളുകൾ ചിന്തിക്കുന്നത് ഇതാണോ ഭാഷ സ്നേഹം എന്നീ പറയുന്നത്? ഇത് ആളുകളോട് വെറുപ്പല്ലേ? സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്? അപ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? സ്നേഹത്തെ എങ്ങനെയാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത്? ഏത് പാപം ചെയ്തോ ഒന്നും പറയാതിരിക്കുക. എന്തൊരു സ്നേഹമാണ് ഇവിടുത്തെ പാസ്റ്റർക്ക്. ബൈബിൾ എന്താണ് പറയുന്നത്? എബ്രായ ലേഖനം 12:6 കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്നതുപോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങളിൽ എത്ര മാതാപിതാക്കളുണ്ട് മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാതിരുന്നവർ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ആരാണെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. സ്വന്തം മക്കൾ അല്ലായിരിക്കും. അതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ശിക്ഷണമുണ്ട്, സഭയുടെ സ്നേഹത്തിലും ശിക്ഷണമുണ്ട്. ഈ ആളിനെ ഉപദ്രവിക്കുകയല്ല, ഈ ആളിൻ്റെ മേൽ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുമ്പോൾ സഭയു കെയർ ചെയ്യുന്നു. സഭയുടെ സ്നേഹമാണത്. കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ജോൺ മക്കാർദർ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസൻ, എനിക്കിപ്പോൾ കൃത്യമായിട്ട് അറിയത്തില്ല, അദ്ദേഹം എനിക്കൊന്ന് 40-ൽ പരം വർഷം അദ്ദേഹം ഒരു പ്രാദേശിക സഭയിൽ തന്നെ ശുശ്രൂഷിച്ച ഒരു കർത്തൃദാസനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. ദൈവസഭയിൽ ഇതുപോലെയുള്ള ഒരു ഇമ്മോറലായിട്ടുള്ള ഒരു പാപത്തിൽ ഒരു മനുഷ്യൻ വീണു. അത് ഇദ്ദേഹത്തിൻ്റെ അറിവിൽ കൊണ്ടുവന്നു. അത് തുടർമാനമായിട്ട് ഇത് നടക്കുകയാണ്. ഇദ്ദേഹം അറിഞ്ഞപ്പോൾ അദ്ദേഹം ആ മനുഷ്യൻ്റെ ഫോൺ നമ്പർ മനസ്സിലാക്കിയെടുത്ത് ഈ മനുഷ്യനെ നേരിട്ട് വിളിച്ചിട്ട് അദ്ദേഹം കോൺഫ്രണ്ട് ചെയ്തു. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിലാണെന്ന് കേൾക്കുന്നു, നടന്ന സംഭവമാണ്. ആ മനുഷ്യൻ ആ പാസ്റ്റർ വിളിച്ചതിൻ്റെ മുൻപിൽ മാനസാന്തരപ്പെട്ടു. അയാൾ തിരിച്ചു പറഞ്ഞതെന്നറിയാമോ? ഞാൻ ഓർത്തത് ആരും കെയർ ചെയ്യുന്നില്ല, എനിക്ക് തോന്നിയ പോലെ ജീവിക്കാമെന്ന, പക്ഷെ എന്നെക്കുറിച്ച് കൺസേൺഡായ കെയർ ചെയ്യുന്ന ഒരു സഭയും ദൈവത്തിൻ്റെ ദാസനുമുണ്ട് എന്നെനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് ഹി ജസ്റ്റ് കെയിം ഔട്ട്. അതാണ് ദൈവസഭ പ്രതീക്ഷിക്കേണ്ടത്. Discipline is in love, expecting the person who is disciplined to repent of their sin and return to fellowship.
സഭ കെയർ ചെയ്യുന്നു, സഭ സ്നേഹിക്കുന്നു. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ മക്കളെ ശിക്ഷിച്ചത്? കെയർ ചെയ്യുന്നതുകൊണ്ടാണ്, സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ദേശത്തിലെ പാപങ്ങളെല്ലാം കൂടെ ചെയ്ത് താൻ തോന്നിയായിട്ട് ജീവിക്കാതിരിക്കാൻ നിങ്ങൾ ഉപദേശം കൊടുത്തു, നിങ്ങൾ ശിക്ഷണ നടപടികൾ എടുത്തു. എന്തിനാണ്? നിങ്ങൾ ജനിപ്പിച്ച നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ സ്നേഹിക്കുന്നു. എല്ലാ പിതാക്കന്മാർക്കും അതറിയാം. എന്തിനാണ് അമ്മ ശിക്ഷിക്കുന്നത്? എന്തിനാണ് അമ്മ കട്ടിക്ക് കാര്യം പറയുന്നത്? ചിലപ്പോൾ പറയത്തില്ലേ, പപ്പായോട് ഞാനിത് പറയും. എന്തിനാണിത് പറയുന്നത്? പ്രസവിച്ച കുഞ്ഞ് നഷ്ടപ്പെടരുത്, അതിനാണിത് പറയുന്നത്. അല്ലാതെ കൊച്ചിനെ എടുത്ത് ദൂരെ കളയാനോ കൊല്ലാനോ ഒന്നുമല്ല. സ്നേഹമാണവിടെ. സ്നേഹത്തിൽ തിരുത്തലുണ്ട്. തിരുത്തലില്ലാത്തത് ദൈവിക സ്നേഹം അല്ല പ്രിയരെ. അതാണ് ചിലർ ചിന്തിച്ചിരിക്കുന്നത്. സ്നേഹമുള്ളിടത്താണ് ശിക്ഷയുള്ളത്. സ്നേഹത്തിലാണ് ശിക്ഷ. അത് മനസ്സിലാക്കുമ്പോൾ ശിക്ഷണ നടപടിയിലൂടെ ഒരു വ്യക്തിയാകട്ടെ, രണ്ട് വ്യക്തിയാകട്ടെ, ആരുമാകട്ടെ, അവർ കടന്നു പോകും. ചർച്ചാണോ ഇത് ചെയ്തത്? അതിൻ്റെ അർത്ഥം ചർച്ച് എന്നെ സ്നേഹിക്കുന്നു, പാസ്റ്റർ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ മാനസാന്തരപ്പെടാനല്ലേ? ദാറ്റ് ഈസ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. ഇനി നിങ്ങൾ എന്നോട് പറ, ദൈവസഭയിൽ ശിക്ഷണ നടപടി വേണോ വേണ്ടായോ? ഏത് വഴിയാലും പോട്ട് പാസ്റ്ററേ. അതേ, ജനിപ്പിക്കാത്തത് കൊണ്ടാണ് അത് പറയുന്നത്. മനസ്സിലായോ? ജനിപ്പിക്കാത്തത് കൊണ്ടാണ് പറയുന്നത്. സുവിശേഷത്താൽ ജനിപ്പിച്ച പൗലോസ് അത് പറയത്തില്ല. അക്ഷരികമായ മാതാപിതാക്കൾ അത് പറയത്തില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദെൻ വി വിൽ കണ്ടിന്യൂ ലേറ്റർ. എന്തിനാണ് ഈ സഭയുടെ ഡിസിപ്ലിൻ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഡിസിപ്ലിൻ? 3 കാര്യങ്ങൾ പറയാം. നമ്പർ 1, ക്ലെൻസിങ് ഓഫ് ദ ലോക്കൽ ചർച്ച്. സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ശിക്ഷണ നടപടി. പാപത്തിൽ നിന്നും ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. ലോക്കൽ സമൂഹത്തിൽ ദൈവസഭയുടെ ആ ഇമേജ് യഥാസ്ഥാനപ്പെടണം, റെസ്റ്റോർഡ് ആകണം. അതിനാണ് ശിക്ഷണം. നമ്മുടെ അവിടെ നമ്മളും അവരും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല സാറേ. നമ്മുടെ അവിടെ ഇങ്ങനെ, അവരുടെ അവിടെ ഇങ്ങനെ. ഇപ്പം എല്ലാം ഭായിയാ? അല്ല. പ്രാദേശിക സഭയുടെ ശുദ്ധീകരണം. അതോട് ചേർന്നാണ് ഞാൻ പറഞ്ഞത്, സമൂഹത്തിൽ ഉള്ള സഭയുടെ ഇമേജ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്റ്റോറേഷൻ നടക്കണം. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഈ തിന്മ ചെയ്ത ഈ ദുഷ്ടനെ ഈ അസംബ്ലിയിൽ നിന്ന് പുറത്താക്കണം. കാരണം ഈ സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. ഇത് നമ്മൾ ഒരിക്കൽ പഠിച്ചതാണ്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കണം. ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യണമെങ്കിൽ പാപം വെച്ചുകൊണ്ടിരുന്നാൽ the spirit will not move in power. അത് പറഞ്ഞപ്പോൾ ഞാൻ പറയാം, no wonder the spirit is not moving in many churches today. 2, പാപം ചെയ്ത വ്യക്തിയെ വീണ്ടെടുക്കണം. അവൻ്റെ മാനസാന്തരം ലക്ഷ്യമിട്ട, അല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ വരും സോളൊക്കെ അതിനിപ്പോൾ എന്താ, ചില പാപം ചെയ്താൽ ഇപ്പം എന്താണ്, അങ്ങനെയൊന്നും വലിയ സാരമില്ല. ഞങ്ങളല്ല, ഇന്നലെയും പാസ്റ്റർ ഞങ്ങളോട് വന്നത്
ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം ഒന്നാ. ഞങ്ങളങ്ങനെ നിങ്ങളെപ്പോലൊന്നും വലിയ സ്ട്രിക്റ്റ് ഒന്നുമല്ല ബ്രദറെ. നോ, അവന് അല്ലെങ്കിൽ അവൾക്ക് മാനസാന്തരമുണ്ടാകണം. കാരണം നിത്യതയുടെ വിഷയങ്ങളായത്. ശിക്ഷിക്കാതിരിക്കുമ്പോൾ അവരുടെ നിത്യതയെ ബാധിക്കുകയാണ്. അവർക്ക് മനസ്സിലാകണം, യു ആർ അറ്റ് റോങ്, യു നീഡ് ടു ബി കറക്റ്റഡ്, ആൻഡ് വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ ലവ് because we want to see you in heaven. We want to see everyone in heaven. അതുകൊണ്ട് എന്തിനാണ് ശിക്ഷണം? പർപ്പസ് എന്താണ്? ഈ നഷ്ടപ്പെടുന്ന വ്യക്തിയെ, ഈ പാപം ചെയ്യുന്ന വ്യക്തിയെ നരകത്തിൽ വിടാതെ പാപബോധം വന്ന് മാനസാന്തരപ്പെടേണ്ടതിന് ദൈവസഭയുടെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് ശിക്ഷണ നടപടി. 3, എല്ലാവരും കേട്ടോണം. ശേഷം ദൈവസഭയിലുള്ള എല്ലാവർക്കും അതൊരു വാണിംഗ് ആയിരിക്കണം. ഞങ്ങളിത് ചെയ്താൽ തിരുത്താൻ ആളുണ്ട്, തിരുത്തും, ശിക്ഷണ നടപടിയുണ്ട്. ഓർക്കുന്നുണ്ടോ? പപ്പ നല്ല പൊട്ടീര് തന്ന്, പിന്നെ അത് ചെയ്യാൻ ഒരറപ്പന ആ ചൂടത്തോടെ കിടക്കുക. പിന്നെ എന്തായാലും പറയുമ്പം മമ്മി പറഞ്ഞെന്നാ, മോനെ ഇന്നലെ നിനക്ക് കിട്ടിയത് നീ മറന്നോ അല്ലേ? ഇത് കണ്ടു നിന്ന അനിയൻ എന്തോ പറഞ്ഞു, വാർഡിലോട്ടേ പോകരുത്. പെങ്ങളെന്തോ പറഞ്ഞു, നമുക്ക് വേണ്ട ഇത്. കാരണം എന്താ? പപ്പ അടിച്ചെന്ന് അച്ചാച്ചനെ എടുത്തിട്ട്, അങ്ങനെയൊക്കെ അല്ലേ വാക്കുകൾ, എടുത്തിട്ടടിച്ചു. ബാക്കിയുള്ളവർക്ക് ഇത് വാണിംഗ് ആണ്. ചെറുപ്പക്കാർ മുഴുവൻ എണ്ണം ഓർത്തോണം. ക്രമം കെട്ടൊറ്റയാൾ ജീവിച്ചേക്കരുത്. ഞാൻ സകല പുള്ളികളുടെ പ്രൊഫൈലുകളും കാണുന്ന ആളാണ്. വേറെ ചില ചിത്രങ്ങളൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്ന എബിപ്പാസ്റ്റർക്ക് അറിയത്തില്ലെന്ന സംഗതി കൈവിട്ടു പോകും കേട്ടോ. ഫേക്ക് ഐ ഡിന്ന് കയറി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആകുന്ന നമ്മുടെ ഇടയിലെ പുള്ളികളുണ്ട് കേട്ടോ. ഇതെല്ലാം ഇരുന്ന് ഏതാ ഈ ടീമെന്നറിയാമോ നിങ്ങൾക്ക്? സാധുക്കൾ മാതാപിതാക്കളാണ് പറയും. അങ്ങനൊന്നും നമ്മൾ പറയണം. നമ്മളൊക്കെ കുഞ്ഞുങ്ങളങ്ങ് നമ്മുടെ കുഞ്ഞുങ്ങൾ പൊന്നല്ലെന്ന് പഠിക്കുക. വർഷം എത്രയായി ഞാനിത് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ വന്നത് എന്താ? അതെൻ്റെ കുഞ്ഞിനെക്കുറിച്ചല്ല. അങ്ങനെ ചിന്തിച്ച നിന്നോടാണ് ഞാൻ പറയുന്നത്, നിൻ്റെ കുഞ്ഞു പൊന്നല്ല. മുന്നറിയിപ്പ് എടുത്താൽ ദുഃഖിക്കേണ്ടി വരില്ല. സ്തോത്രം. അപ്പം 3-ാമത്തെ കാര്യം ഇതാണ്. മറ്റുള്ളവർക്കും ഒരു വാണിംഗ് ആകേണ്ടതിനാണ് ദൈവസഭയിൽ ശിക്ഷണ നടപടികൾ. നമ്മൾ 2 വാക്യം 2 ആഴ്ച പരിശോധിച്ചു. 3 മുതലുള്ള വാക്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കണം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കണം.